ഹലോ, ഞാനിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഇതുപോലുള്ള 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമുക്ക് ഇനി പഴംപൊരി തയ്യാറാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 240 ml കപ്പിൽ 1 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പിഞ്ച് ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുക്കുന്നത്, വെള്ളമല്ല എടുക്കുന്നത്. തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. കുറച്ച് വീതം ചേർത്ത് നമുക്ക് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. നമുക്കിനി പഴം ഈ മാവിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായി. ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള പഴവും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പഴംപൊരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ പഴംപൊരിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.